പാറൽ ഭാരതീയ ഔഷധ സസ്യ പരിപാലന സമിതിക്ക് വേണ്ടിയാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ പ്രധാന കാരണം ഈ കൊറോണ സമയത്ത് നമുക്ക് എന്ത് മരുന്ന് ഉപയോഗിക്കണം, എങ്ങനെ ഉപയോഗിക്കണം എന്നൊരു ഇതില്ലാതെ നമ്മൾ നട്ടം തിരിയുന്ന ഒരു കാലമാണ്. അപ്പോൾ ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത് കുന്തിരിക്കം എന്ന മരത്തെയാണ്. പഴയ കാലങ്ങളിൽ നമ്മൾ വസൂരിയൊക്കെ പിടിപെട്ട് കഴിഞ്ഞാൽ ഈ കുന്തിരിക്കം പോക്കായിരുന്നു പതിവ്. സാധാരണ ഈ കുന്തിരിക്കത്തിൻ്റെ പുകക്ക് അണുക്കളെ നശിപ്പിക്കാനുള്ള കഴിവുണ്ടെന്നാണ്. അന്ന് ഈ കുന്തിരിക്കം പുകച്ചു കഴിഞ്ഞാൽ അണുക്കൾ നശിച്ചു പോയിരുന്നു എന്നാണ് കാരണന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളതും കേട്ടിട്ടുള്ളതും. ചരക സംഹിതയിലൊക്കെ ഇതിനെക്കുറിച്ചിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കുന്തിരിക്കത്തിന് ഒരുപാട് ഔഷധ ഗുണങ്ങൾ വേറെയുമുണ്ട്. പക്ഷെ ഇവിടെ നമ്മളിപ്പോൾ കുന്തിരിക്കം എന്നുള്ള നിലയിൽ നമുക്ക് കിട്ടുന്നത്, ഇപ്പോൾ എനിക്ക് എൻ്റെ പഠനത്തിന് കിട്ടിയത് വെള്ളപ്പൈൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. അത് കുന്തിരിക്കം തന്നെ. അതിൽ ആ ഒരു സാധനത്തിൽ നിന്ന് ആണിപ്പോൾ ഇവിടെ നമ്മളിവിടെ കിട്ടുന്നത്. നല്ല കുന്തിരിക്കം എന്ന് പറയുമ്പോൾ ഇവിടെ ആസാമിലും ബംഗാളിലും ഈ മരം പിടിക്കണുള്ളൂ. എൻ്റെ അടുത്തൊരു മരമുണ്ട്, ഞാൻ വെച്ച് പിടിപ്പിച്ചൊരു മരമാണ്. ഇത് ചെറിയ തൈയാണ്. ഇനി ഇത് കുറച്ച് വലിയ മരമൊക്കെ ആകുമ്പോഴേ ഇതുമൊന്ന് കുന്തിരിക്കം എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിതിൻ്റെ ഔഷധ ഗുണങ്ങളിലേക്ക് കിടക്കുകയാണ്. ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, അസനേലാദി തൈലത്തിലെ ചേരുവ, പിന്നെ ജരം, കഫം എന്നിവയെ ഇത് ശമിപ്പിക്കും. അണുനാശിനിയാണ്, പുകക്കാൻ ഉപയോഗിക്കുന്നു. പിന്നെ രക്തവാതത്തിന് ഉപയോഗിക്കുന്നുണ്ട്. കുട്ടികൾക്കുണ്ടാകുന്ന ഈ മൂക്കിൽ പഴുപ്പിന് ഇതിൻ്റെ എണ്ണ കാച്ചി തേക്കാൻ ഉപയോഗിക്കാറുണ്ട്. പ്രമേഹത്തിലും റിസൾട്ട് ഉണ്ട് ഇതിന്. പിന്നെ ബർബരേസ കുടുംബത്തിൽപ്പെടുന്ന മരമാണ് ഈ കുന്തിരിക്ക മരം. ചരകൻ ഇതിനെ ഷല്ലാഗി എന്ന പേരിലാണ് പറഞ്ഞിട്ടുള്ളത്. കുങ്ങില്യം എന്നും പേരുണ്ട്. ബലാകുളിച്ചാതി തൈലം, ഏലാദി ഗണം, അസനേലാദി തൈലം, ഇതിലൊക്കെ ഈ കുന്തിരിക്കം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പിന്നെ കർപ്പൂരം, തുളസി, കാഞ്ഞിര മരത്തിൻ്റെ മൊട്ട്, കുന്തിരിക്കവും ചേർത്ത് പൊടിച്ച് വെളിച്ചെണ്ണ കാച്ചിട്ട് ചെവിയിലൊറ്റിക്കലുണ്ട്. ഈ ചെവിയിൽ നിന്ന് കുട്ടികൾക്ക് വരുന്ന പഴുപ്പ്, ദുർഗന്ധം, ഇതിനൊക്കെ നല്ല റിസൾട്ടാണ് ഇത് കിട്ടുന്നത്. പിന്നെ തൊലിപ്പുറത്ത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഈ വൈദ്യ നിർദ്ദേശപ്രകാരം ആയിരിക്കണം. തൊലിപ്പുറത്തിന് ഇതിന് ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് ഒരു വൈദ്യൻ്റെ നിർദ്ദേശപ്രകാരം ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഭാരതത്തിലും ആസാമിലും ബാംഗ്ലൂരിലും മാത്രമേ ഇത് വളരുന്നുള്ളൂ എന്നാണ് പൊതുവെ പറയുന്നത്. പക്ഷേ ഞാൻ ഇപ്പോൾ ഇവിടെ നിന്ന് നട്ട് വളർത്തിയപ്പോൾ എനിക്ക് ഇവിടെ ഇതുണ്ടായിട്ടുണ്ട്. പിന്നെ പഞ്ചകർമ്മ ചികിത്സയൊക്കെ കഴിഞ്ഞ് പഴയ കാലത്ത് ഇങ്ങോട്ട് വന്നാൽ, റൂമിലേക്ക് വന്നാൽ ഇതൊന്ന് പുകക്കും. അപ്പോൾ അണുക്കൾ നശിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. പിന്നെ തലനീരിന്, രക്തവാതത്തിനും ഒക്കെ തന്നെ ഇത് തേക്കുവാൻ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ഒരുപാട് ഔഷധ ഗുണങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഈ കുന്തിരിക്ക മരം എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഇവിടെ പിടിക്കൂല എന്നല്ല, നമ്മളെ നാടിൻ്റെ പ്രത്യേകത തന്നെ ഏതൊരു മരവും ഇവിടെ പിടിക്കും. അപ്പോൾ നമ്മൾ പിടിക്കൂല വിചാരിച്ച് ഒന്നും ചെയ്യാതിരിക്കേണ്ട. എന്തെങ്കിലും കിട്ടുമ്പോൾ നമ്മളെ ഭൂമിയിൽ നടുക. അത് നട്ടിട്ട് ജനങ്ങൾക്ക് അതിനുള്ള നമ്മൾക്ക് ഇതേപോലെ നട്ടിട്ട് നമുക്ക് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത് പിടിക്കും എന്നുള്ളത് ജനങ്ങൾക്ക് ഈ രൂപത്തിൽ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റണം. അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യുകയും ഇങ്ങനെ ഔഷധ സസ്യങ്ങളെ നട്ടു വളർത്തുകയും മാരകമായ രോഗത്തിൽ നിന്ന് നമ്മുടെ നാടിനെ മുക്തമാക്കുകയും ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊള്ളുന്നു. ഞാൻ ശരി പാറൽ ഭാരതീയ ഔഷധ സസ്യ പരിപാലന സമിതി. ഓക്കെ, ബൈ.